JEE മെയിൻ ഫേസ് 1 2026 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു. അതിൽ 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് റോങ് ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് നമുക്കിവിടെ വേണ്ടത്. ശ്രദ്ധിക്കുക, ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. പല ടോപ്പിക്കുകളിൽ നിന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള കാര്യങ്ങൾ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ആറ്റമിക് നമ്പർ, മാസ് നമ്പർ കണക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ നൊട്ടേഷൻ തന്നിട്ടുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ നൊട്ടേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് താഴെ കൊടുത്തിരിക്കുന്ന ആറ്റോമിക് നമ്പറും മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാസ് നമ്പറുമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ആറ്റോമിക് നമ്പറും മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാസ് നമ്പറുമാണ്. അപ്പോൾ മഗ്നീഷ്യം 1224 എന്ന് കൊടുത്തിരിക്കുന്നു. മഗ്നീഷ്യം 1224ൻ്റെ മീനിങ് എന്താ? ആറ്റോമിക് നമ്പർ 12 എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ എണ്ണം 12, പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം 24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 24 പ്രോട്ടോൺ ഉണ്ട് എന്നാണോ നിലവിൽ കൊടുത്തിരിക്കുന്നത്? അല്ല, ദിസ് ഈസ് റോങ്. അപ്പോൾ ഒന്നാമത്തെ എ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ബി, വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതിൻ്റെ വേവ് ലെങ്ത് 6.7 × 10⁻⁸ മീറ്റർ ആണെന്നാണ് ചോദ്യം. നമുക്കറിയാം C = ന്യൂ ലാംഡ അല്ലേ? അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് വരും? ലാംഡ = C/ന്യൂ. സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്ന 4.5 × 10⁻⁻15 എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. 3/4.5 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് വരും. 3/4.5 is 2/3. That value will be 0.666 into 10ൻ്റെ പവർ 10⁻⁷ എന്ന് വരും. ഇതിനെനിക്ക് 6.7 × 6.666നെ 6.7 × 10⁻⁸ എന്ന് എഴുതാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സി, വൺ റേഡിയേഷൻ ഹാസ് എ വേവ് ലെങ്ത് 900 നാനോമീറ്റർ ആൻഡ് എനർജി E1. അതർ റേഡിയേഷൻ ഹാസ് എ വേവ് ലെങ്ത് λ2 ആൻഡ് എനർജി E2. അങ്ങനെയാണെങ്കിൽ E1 ഈസ് ടു E2ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. E1 ഈസ് ടു E2. ശ്രദ്ധിക്കുക, E = hc/λ എന്നാണ് വരിക. എനർജിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ നോക്കുക, ഇൻവേഴ്സ് റിലേഷനാണ്. എനർജി ആൻഡ് ലാംഡ ആർ ഇൻവേഴ്സ് റിലേഷൻ. അപ്പോൾ E1 ഈസ് ടു E2 എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അത് λ2 ഈസ് ടു λ1 വരും. λ2ൻ്റെ വാല്യൂ 300, λ1ൻ്റെ വാല്യൂ 900. സോ ദ വാല്യൂ വിൽ ബി 1:3 എന്ന് വേണം വരാൻ. കൊടുത്തിരിക്കുന്നത് എന്താ? 3:1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റോങ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. ഡി സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. നമ്പർ ഓഫ് photons of light of wavelength 2000 picometer that provide 1 joule of energy is 1.006 × 10⁻⁻16. ഓക്കെ, നമുക്കറിയാം എനർജിയുടെ ഇക്വേഷൻ, എനർജി ഈസ് ഈക്വൽ ടു nhc/λ എന്നാണ് വരിക. എനർജിയുടെ വാല്യൂ 1 ജൂൾ ആണ്. എത്ര ഫോട്ടോൺ വേണമെന്നാണ് ചോദ്യം. എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 6.626 × 10⁻34. സിയുടെ വാല്യൂ 3 × 10⁸. ലാംഡയുടെ വാല്യൂ 2000 പീക്കോമീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. 2000 പീക്കോമീറ്റർ. പീക്കോമീറ്റർ ആകുമ്പോൾ × 10⁻12 എന്ന് വരും അല്ലേ? ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 1 × 10⁻16 എന്നാണ് അപ്രോക്സിമേറ്റ്ലി വരിക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് 1.006 × 10⁻16 എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ട്രൂ ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. ഇൻകറക്റ്റ് ഏതൊക്കെ തെറ്റ്? എ തെറ്റാണ്, സിയും തെറ്റാണ്. അപ്പോൾ എ ആൻഡ് സി റോങ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. 2 വിൽ ബി അവർ റൈറ്റ് ആൻസർ ഹിയർ.